വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ഭാരത് ഡ്രാമയുടെ 23ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പുതിയ അസിസ്റ്റന്റായി സെലക്ട് ചെയ്ത ആണെന്ന് അറിഞ്ഞ് സിഷൻ ആകെ അമ്പരക്കുന്നു. നാൻസി അവളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. നീ വെറുതെ തമാശ കാണിക്കാൻ വന്നതാണോ? നിന്നോട് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തോളാം ഞാൻ പറഞ്ഞതല്ലേ. എൻ്റെ കമ്പനിക്കും എൻ്റെ സ്വപ്നങ്ങൾക്കും വേണ്ടി നീ ഇനി സമയം പാഴാക്കി കളയരുത്. ഇപ്പോൾ തന്നെ തിരിച്ചു പോയി കളയാൻ സിഷൻ അവളോട് പറയുന്നു. ഞാൻ തമാശ കാണിക്കാൻ വന്നതല്ല, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത്. അന്ന് ഞാൻ നിന്റെ ഒപ്പം നിന്നതും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇവിടുത്തെ ജീവിതമാണ് എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ എൻ്റെ ലോകത്ത് നീ ഉണ്ടാകണം എന്ന് പറയുന്നു. നിനക്കെന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ അന്ന് അക്കാര്യം പറയാതിരുന്നത് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്ന പേടി കാരണമാണ് പറയാതിരുന്നത്. നീയും അതുകൊണ്ട് തന്നെയല്ലേ എല്ലാം മനസ്സിൽ വെച്ചത്. ഇനി അതൊക്കെ മറന്ന് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു ചാൻസ് നൽകാൻ ശ്രമിച്ചുകൂടെ എന്ന് അവൾ ചോദിക്കുന്നു. എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. യെസ് പറഞ്ഞാൽ ശരിയാകുമോ എന്നും അറിയില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ തിരക്ക് കൂട്ടണ്ട, ഞാൻ ഇനി എവിടേക്കും പോകില്ല, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. സിഷൻ അവളെ ചവിട്ടി പുറത്താക്കുമെന്നറിയാൻ നാൻസി പുറത്ത് തന്നെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവൾ ജോലിയെല്ലാം കൈമാറാനായി എയ്ക്കൊപ്പം പോകുന്നു. അന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഷാവോദിക്ക് നൽകാനായി അവൾ എന്തോ വാങ്ങിക്കൊണ്ടാണ് വന്നത്. പക്ഷെ അവൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചിട്ട് മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ എങ്കിൽ നിനക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോകുന്നു. അകത്ത് കയറിയപ്പോൾ അവളുടെ മുറിയിൽ ലൈറ്റ് കിടക്കുന്ന കണ്ട് അമ്മയെ വിളിച്ചെങ്കിലും അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ലൈറ്റ് ഓഫ് ആക്കാതെയാണോ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെന്നപ്പോഴാണ് മുമ്പ് ഷിയോജിൻ ഇരുന്ന് എഴുതാറുണ്ടായിരുന്നത് പോലെ തന്നെ ഷാവോദി യൂണിഫോം ധരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് എന്തോ എഴുതുന്നത് അവൾ കണ്ടത്. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവൾക്ക് സിയോജിനെ ഓർമ്മ വരുന്നു. ഇതെന്താണ് ഈ വേഷത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ ആൻറ്റിയെ കൊണ്ട് വാങ്ങിച്ചതാണ്, നിനക്കുമുണ്ടെന്ന് പറഞ്ഞ് കട്ടിലിരിക്കുന്ന യൂണിഫോം അവൻ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഇട്ട് എന്താണ് ഉദ്ദേശം എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് നിന്റെ അസുഖം ഭേദമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതിനുവേണ്ടിയാണ് ഇതൊക്കെ എന്ന് അവൻ പറയുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നവൾ ചോദിച്ചപ്പോൾ നിന്റെ മനസ്സിലെ വിഷമം മടക്കി നീ എൻ്റെ മുന്നിൽ ധൈര്യം കാണിക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ സമാധാനമായി കഴിയാൻ പറ്റും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവൻ തിരിച്ചു ചോദിക്കുന്നു. ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കേണ്ട എന്ന് നമ്മൾ മുമ്പേ തീരുമാനിച്ചതല്ലേ. ഇനി അഥവാ എനിക്ക് സൈക്കോ തെറാപ്പി നൽകണമെങ്കിൽ തന്നെ അതിന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് അവൾ ചിരിയോടെ ചോദിക്കുന്നു. ഇത് സൈക്കോ തെറാപ്പി അല്ല, സിറ്റുവേഷൻ തെറാപ്പിയാണ് എന്നവൻ പറയുന്നുണ്ട്. അവൾ യൂണിഫോം ധരിച്ച് റെഡിയായി താഴേക്കിറങ്ങി വന്നപ്പോൾ അവൻ സൈക്കിളുമായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ സിയോജിൻ ചെയ്യാറുണ്ടതുപോലെ അവൾ സൈക്കിളും എടുത്ത് പോകുന്നു. നാൻസി പഴയതുപോലെ പുറകെ ഓടുന്നുണ്ട്. അവൾ പഠിച്ച സ്കൂളിൽ സിയോജിൻ എഴുതുകയും വരയ്ക്കുമൊക്കെ ചെയ്യാറുണ്ടായിരുന്ന എക്യുപ്മെൻറ്റ് റൂമിലേക്കാണ് അവൻ പോയത്. അവളും പുറകെ ചെല്ലുന്നു. അപ്പോഴേക്കും അവൻ അകത്തിരുന്ന് സിയോജിൻ ചെയ്യാറുള്ളതുപോലെ ഹെഡ്ഫോണും ചെവിയിൽ വെച്ച് വരയ്ക്കാൻ തുടങ്ങിയിരുന്നു. അന്ന് സിയോജിൻ അവളോട് ചോദിച്ചതുപോലെ നീ എന്തോ പറയാനായി വന്നതാണെന്ന് തോന്നല്ലോ, എന്താണെന്ന് അവൻ ചോദിക്കുന്നു. അവളെന്തോ പറയാൻ തുടങ്ങിയെങ്കിലും സിയോജിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതോടെ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചത് തെറ്റായിപ്പോയി. അന്ന് ഞാൻ നിന്നോട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാനായി നീ അവിടേക്ക് വരുമായിരുന്നില്ല. ഞാൻ കാരണമാണ് നീ മരിച്ചത്, ഞാനായിരുന്നു അന്ന് മരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായി കരയുകയാണ്. ഷാവതി എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. നീ വിചാരിക്കുന്ന പോലെ അവന് നിന്നോട് വെറുപ്പായിരുന്നില്ല, നീ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അവന് നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് അവന് കുട്ടിയായിരുന്നതിനാൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം അവൻ കാണിച്ചില്ല. കുട്ടിക്കാലം മുതലേ അവൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് അർഹതയില്ലാത്ത ഇഷ്ടമായിരുന്നു അത് എന്ന് ഇനി വിചാരിക്കരുത് എന്നവൻ അവളോട് പറയുന്നു. ഓരോ തവണയും ഷിയോജിൻ അവളെ ഓടിച്ചു വിട്ട ശേഷം പുഞ്ചിരിക്കുന്നത് അപ്പോൾ കാണിക്കുന്നുണ്ട്. അവൻ സ്വപ്നത്തിലൂടെ അവന് നിന്നോട്ടുള്ള ഇഷ്ടം എനിക്ക് കാണിച്ചു തന്നതാണ്. നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചത് അവൻ്റെ ചോയ്സാണ്, അല്ലാതെ നീയല്ല അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അന്ന് നീയായിരുന്നു മരിച്ചതെങ്കിൽ തീർച്ചയായും അവൻ വളരെയധികം വിഷമിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ ചോയ്സാണ് എന്നത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി ഒരു കമ്പിത്തിരി കത്തിച്ചുകൊണ്ട് അതുമായി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇത്തവണ തീ കണ്ടിട്ടും നാൻസിങ്ങിന് പഴയതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണു നിറയുന്നു. ഇത് ശരിക്കും വർക്കായി എന്നാണ് തോന്നുന്നത് എന്ന് അവൻ സന്തോഷത്തോടെ പറയുന്നു. മിഷൻ പൂർത്തിയായതുകൊണ്ട് ഉടനെ മടങ്ങേണ്ടി വരും എന്നറിയാവുന്ന ഷാവോദി അവളെ കിസ് ചെയ്യുന്നു. അതേ നിൽപ്പിൽ തന്നെ അവൻ അപ്രത്യക്ഷനാകുന്നുണ്ട്. നാൻസിങ് ചുറ്റും അവനെ തിരയുന്നു. താഴെ വീണ് കിടന്നിരുന്ന കമ്പിത്തിരി അവൾ കയ്യിലെടുക്കുന്നുണ്ട്. അതിലേക്ക് നോക്കിയിട്ടും പഴയതുപോലെ അവൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഷാവതി തിരികെ പോയതായിരിക്കും എന്നവൾക്ക് മനസ്സിലാകുന്നു. ഷാവതി എത്തിപ്പെട്ടത് ഫെയറി ബൗണ്ടിൻ്റെ മുന്നിലാണ്. അവിടെ വെച്ച് അവൻ വീണ്ടും ഫെയറിയെ കാണുന്നു. നാൻസിങ്ങിൻ്റെ മനസ്സിലെ കെട്ടുകൾ അഴിച്ച് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിഷമങ്ങൾ ഇല്ലാതൊക്കെയായിരുന്നു എൻ്റെ മിഷനല്ലേ എന്നവൻ ചോദിക്കുന്നു. അതേന്ന് ഫെയറി പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് അപ്രത്യക്ഷനാകാനുള്ള സമയമായിരിക്കുന്നു. അതിനു മുമ്പ് ഞാനൊരു സഹായം ചോദിച്ചാൽ സാധിച്ചു തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. എന്താണ് നിൻ്റെ ആവശ്യം എന്നറിഞ്ഞാലേ സഹായിക്കാൻ പറ്റുമോ ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഫെയറി പറഞ്ഞപ്പോൾ ഞാൻ പോയത് കാരണം നാൻസിങ് വീണ്ടും പഴയതുപോലെ കഷ്ടപ്പെടുകയാണെങ്കിൽ അവളുടെ അസുഖം ഭേദമാക്കാൻ മറ്റൊരാളെ കണ്ടെത്തി കൊടുക്കണം. പക്ഷെ അത് എന്നെപ്പോലെ ഒരു മോശം ആളാവരുത് എന്നവൻ പറയുന്നു. നീ മോശക്കാരനാണെന്നാണോ നിനക്ക് തോന്നിയിട്ടുള്ളതെന്ന് ഫെറി ഒരു ചിരിയോടെ ചോദിക്കുന്നു. അങ്ങനെയല്ലേ എന്നവൻ ചോദിച്ചപ്പോൾ നീ ശരിക്കും ജീവിച്ച ലോകവും നാൻസിങ്ങിൻ്റെ പുസ്തകത്തിലുള്ള ലോകവും ഒന്നു തന്നെ ആയിട്ടാണോ നിനക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ഫെറി വീണ്ടും ചോദിക്കുന്നു.
ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ എഴുതിയത് അവളല്ലേ. അപ്പോൾ പിന്നെ ഞാനിതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്ന് അവൻ ചോദിക്കുന്നു. ഇതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ ഒരു 10 വർഷം മുമ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഫെയറി ഒരു പഴയ സംഭവം പറയാൻ തുടങ്ങുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഫെയറി പോണ്ടിൽ ആരോ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന കണ്ട് അദ്ദേഹം അതെടുത്ത് അവിടെ നിന്നുകൊണ്ട് വേസ്റ്റ് ബില്ലിലേക്ക് എറിഞ്ഞു വീഴ്ത്തുന്നു. അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന കുട്ടിയായിരുന്ന ഷിയോജിൻ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ പുറകെ കൂടുന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മിഠായി തരാമെങ്കിൽ പറഞ്ഞു തരാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ മിഠായി നൽകുന്നു. കുറേ നാൾ പ്രാക്ടീസ് ചെയ്താൽ മതി, വലുതാകുമ്പോൾ നിനക്കും ഇതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അവനത് തൃപ്തിയാവുന്നില്ല. കുട്ടികളെ പറ്റിച്ച് മിഠായി വാങ്ങി തന്നിട്ട് കള്ളം പറയുകയാണല്ലേ, എനിക്കിപ്പോൾ മിഠായി തിരികെ വേണമെന്ന് പറഞ്ഞ് അവൻ വഴക്കുണ്ടാക്കുന്നു. അദ്ദേഹം മിഠായി തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കഴിച്ചത് എനിക്ക് വേണ്ട, കാശ് തന്നാൽ മതി എന്നവൻ പറയുന്നു. അന്ന് അവൻ്റെ വഴക്ക് തീർക്കാൻ അദ്ദേഹം ഒരു കോയിൻ നൽകുന്നുണ്ട്. അതാണ് പിന്നീട് അവൻ സ്ഥിരമായി കഴുത്തിൽ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് പഴയ കാലത്തെ കോയിൻ ആയതുകൊണ്ട് എനിക്കിതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നു. അവൻ്റെ വഴക്ക് തീർക്കാൻ ആ കോയിൻ കുളത്തിലെ വെള്ളത്തിലേക്കിട്ട് എന്തെങ്കിലും ആഗ്രഹം പ്രവർത്തിക്കാൻ ഫെയറി അവനോട് പറയുന്നു. ആ ആഗ്രഹം നടക്കുകയാണെങ്കിൽ ഇന്ന് സംഭവിച്ച കാര്യം മറ്റാരോട് പറയരുതെന്നും അദ്ദേഹം പറയുന്നു. അവൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കളിപ്പാട്ടമോ മറ്റോ ആയിരിക്കും ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ അവൻ പ്രവർത്തിച്ചതൊന്നും ആയിരുന്നില്ല. 4 കണ്ണുള്ള ആ പെൺകുട്ടിയെ എൻ്റെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയണമെന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച നിമിഷങ്ങൾക്കുള്ളിൽ കോയിൻ അവൻ കുളത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ആഗ്രഹം തീരെ പ്രതീക്ഷിക്കാതെ നിന്ന ഫെയറി കോയിൻ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ തന്നെ അത് വെള്ളത്തിൽ വീഴുന്നു. അദ്ദേഹം നാണയം തിരികെ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മറ്റെന്തെങ്കിലും ആഗ്രഹിക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല, ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. 4 കണ്ണുള്ള പെൺകുട്ടി ആരാണ് എന്ന് അദ്ദേഹം പുറകിൽ നിന്ന് വിളിച്ചു വെച്ചെങ്കിലും അത് പറയാൻ പോലും അവൻ നിൽക്കുന്നില്ല. ആ കോയിന് കൈ പിടിച്ച് സന്തോഷത്തോടെയാണ് അവൻ ഓടിയത്. അവൻ ഇത്ര ഇഷ്ടമുള്ള 4 കണ്ണുള്ള പെൺകുട്ടി ആരാണെന്ന് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിരുന്നു എന്ന് ഫെയറി ഷാവോദിയോട് പറയുന്നു. കുറെ കാലം കഴിഞ്ഞാണത് നാൻസിങ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. വളർന്നപ്പോൾ നേരത്തെ സ്കൂളിൽ പോകാൻ റെഡിയായാലും നാൻസിങ് ഇറങ്ങുന്നതും വെയിറ്റ് ചെയ്ത് അവൻ സൈക്കിളിൽ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അവൾ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ജാടയിട്ട് പോകുന്നതും അവൾ പുറകെ ഓടുന്നതും ഒക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ തമാശകളായിരുന്നു അതൊക്കെ. കുട്ടിക്കാലത്തെ വെറും ഒരു ഇഷ്ടം മാത്രമായിരിക്കും, വളർന്നു കഴിയുമ്പോൾ അവനതൊക്കെ മറക്കുമെന്നാണ് ഫെയറി കരുതിയത്. പക്ഷെ അവൻ അവൾക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്താൻ പോലും തയ്യാറാകുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയതല്ല. അവൻ മരിച്ച ശേഷമാണ് അവൻ്റെ സാധനങ്ങളുടെ കൂട്ടത്തിലിരുന്ന മാല നാൻസിങ്ങിന് കിട്ടിയത്. മുമ്പൊരിക്കൽ അവൾ അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തിരികെ വാങ്ങി വെച്ചിരുന്നു. അതവന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ്റെ ഓർമ്മയ്ക്കായി അവൾ അത് കഴുത്തിടാൻ തുടങ്ങി. മരിക്കുന്ന നിമിഷം വരെയും സിയോജിന് അവളോടുണ്ടായിരുന്ന ഇഷ്ടത്തിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനുശേഷം ഇത്രയും വർഷങ്ങളായി അവന് വേണ്ടി ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവളുടെ മനസ്സിലെ കുറ്റബോധം മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ മറക്കാൻ അവൾ തയ്യാറായതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്കൊരു ചാൻസ് കിട്ടിയത്. നാൻസിന് അവിടെ വന്ന് മറക്കാനാവാത്ത പ്രണയം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു അത്. അന്ന് ഫെയറിയാണ് അവളുടെ കഴുത്തിൽ കിടന്ന കോയിൻ വെള്ളത്തിലേക്ക് വീഴ്ത്തിയത്. അങ്ങനെയാണ് ഷാവോദി അവിടെ എത്തിയത്. എല്ലാം കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്തിനാണ് എന്നെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് ഷാവോദി അദ്ദേഹത്തോട് ചോദിക്കുന്നു. നീ തന്നെ നോക്കി മനസ്സിലാക്കോളാൻ പറഞ്ഞ് അദ്ദേഹം ഒരു ബുക്ക് അവനെ ഏൽപ്പിക്കുന്നു. സിയോജിന്റെ നോട്ട് ബുക്ക് ആയിരുന്നു അത്. അത് തുറന്നു നോക്കിയപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നാൻസിങ് അല്ല, അവനാണെന്ന് ഷാവോദിക്ക് മനസ്സിലാകുന്നു. അവന്റെ ചിത്രവും അവനുണ്ടായിരുന്ന വിലമതിക്കാനാവാത്ത ജേഡ് പെൻഡന്റും ഫാനും എല്ലാം കൃത്യമായി അതിൽ വരച്ചിരുന്നു. മാത്രമല്ല മാർഷൽ ആർട്സിൽ മിടുക്കനായ അതീവ ബുദ്ധിമാനായ ഒരു ബിഗ് ഹീറോ ആയിരുന്നു സിയോജിന്റെ ക്യാരക്ടറായ ഷാവോദി. നാൻസിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ നേടണമെന്ന് ആഗ്രഹിച്ച കഴിവുകളാണ് നിനക്കുള്ളത്. അവന്റെ മരണശേഷം അവന്റെ ചിന്തയും ഫീലിങ്സും ഒക്കെ നിനക്ക് കിട്ടി. സിയോജിൻ ആരാകണം എന്നാണോ ആഗ്രഹിച്ചത് അതാണിപ്പോൾ നീ എന്ന് ഫെയറി അവനോട് പറയുന്നു. നീ ഫൈനൽ ടെസ്റ്റ് പാസ്സായിരിക്കുന്നെന്നും പറയുന്നുണ്ട്. എന്ത് ടെസ്റ്റാണ്? ഞാൻ അപ്രത്യക്ഷമാകുമെന്നല്ലേ താങ്കൾ പറഞ്ഞത് എന്നവൻ ചോദിച്ചപ്പോൾ ഹിഹുവാൻ പാലസിലെ യങ് മാസ്റ്ററായിരുന്ന ഷാവോദി ഇവിടെ അപ്രത്യക്ഷമാവുകയാണെന്ന് അദ്ദേഹം പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട്. അവൻ ചെന്ന് നിന്നത് നാൻസിങ്ങിന്റെ സ്കൂളിലെ എക്യുപ്മെന്റ് റൂമിലാണ്. അവൾ അപ്പോഴും അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. നീ തിരികെ വരില്ല എന്നാണ് ഞാൻ കരുതിയതെന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഫെയറിയെ കണ്ട വിവരവും ഷാവോദി എന്നേക്കുമായി ഇല്ലാതായി എന്ന് പറഞ്ഞതും ഒക്കെ അവളോട് പറഞ്ഞിട്ട് കയ്യിലിരുന്ന നോട്ട്ബുക്ക് അവൻ അവളെ കാണിക്കുന്നു. ഇത് സിയോജിന്റെ നോട്ട്ബുക്ക് അല്ലേ, ഇത് നിനക്കെങ്ങനെ കിട്ടിയെന്നവൾ ചോദിച്ചപ്പോൾ ഫെയറി തന്നതാണ്. ഈ ബുക്കിലെ ലോകത്താണ് ഞാൻ ജീവിച്ചിരുന്നത് എന്നവൻ പറയുന്നു. നാൻസിങ് അത് തുറന്നു നോക്കുന്നുണ്ട്. ഷാവോദി എന്ന പേരിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ അവനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൻ അതിനെക്കുറിച്ച് ഇത്രയധികം എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ തീരെ അറിഞ്ഞിരുന്നില്ല എന്ന് അത് നോക്കുന്നതിനിടയിൽ അവൾ പറയുന്നു. ഞാൻ ശരിക്കും നീ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറല്ല, സിയോജിനും ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറാണ്. അവൻ കുട്ടിക്കാലം മുതലേ നിന്നോടൊരു സീക്രട്ട് ക്രഷ് ഉണ്ടായിരുന്നു എന്നവൻ അവളെ അറിയിക്കുന്നു. അപ്പോൾ നിനക്കിനി തിരിച്ചു പോകേണ്ടി വരില്ല എന്നവൾ സന്തോഷത്തോടെ ചോദിക്കുന്നു. അവൻ ചെറുതായി ജാടയിട്ട് നീ മടങ്ങിപ്പോയാൽ ഓരോ ദിവസവും എൻ്റെ അവസാന ദിവസമായി കരുതി നിന്നെ ട്രീറ്റ് ചെയ്യാൻ നാൻസിങ്ങിനോട് പറയണമെന്നാണ് ഫെയറി പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് കള്ളം പറയുന്നു. അവനത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ അവൾ അവനെ കിസ് ചെയ്തിട്ട് മാറുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. സീഷന്റെ അസിസ്റ്റന്റായി ജോലി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അവളെ അങ്ങനെ ഒരു പോസ്റ്റിൽ കാണാൻ അവിടെ ആർക്കും കഴിയുന്നില്ല. അവൾ എന്തെങ്കിലും കാര്യത്തിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ബഹുമാനം കൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. മാഡം ഇവിടെ ജോലി ചെയ്യുന്നതുമായി പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ജിയോ തുറന്ന് പറയുന്നുണ്ട്. ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയുന്നെങ്കിലും ജിയോ എന്തോ ആവശ്യം പറഞ്ഞ് ഉടനെ സ്ഥലം വിടുന്നുണ്ട്. അന്ന് സീഷന്റെ അച്ഛൻ അവിടേക്ക് വരുന്നു. അവൻ അവിടെ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് ചായയുമായി ചെല്ലുന്നു. ചായ നൽകിയിട്ട് അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് സമയം അവിടെ സംസാരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു.
റിസൈൻ ചെയ്ത ശേഷം വീണ്ടും മടങ്ങിയെത്തിയത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അത് ഞാനും എൻ്റെ ബോസും തമ്മിലുള്ള പേഴ്സണൽ വിഷയമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അവൾ പറയുന്നു. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഡീൽ നിനക്കിപ്പോൾ ഓർമ്മയുണ്ടെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഉണ്ട് എന്നവൾ പറയുന്നു. നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അന്ന് ഭാവിയെക്കുറിച്ച് എനിക്ക് പൂർണ്ണ വിശ്വാസമില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് ഞാനത് സമ്മതിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. അങ്ങയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ചിട്ടും കമ്പനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് മറന്നു കഴിഞ്ഞു എന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും അച്ഛനെത്തിയ ഓരോ പറഞ്ഞ സീഷൻ അവിടേക്ക് പാഞ്ഞെത്തിയിരുന്നു. ഒരു പെൺകുട്ടിയെ എപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛൻ എത്ര എതിർത്താലും ഇവളുടെ ഒപ്പം ആയിരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അവളുടെ കൈവിടില്ല എന്ന് അച്ഛനോട് പറയട്ടെ, ഇതാണ് എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അച്ഛനെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഇതെന്തൊരു മര്യാദയാണോ, ഇങ്ങനെയാണോ അച്ഛനോട് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഞങ്ങളുടെ കമ്പനി ഒരു ദിവസം അച്ഛൻ്റെതിനേക്കാൾ മികച്ചതാകുമെന്ന് സീഷൻ വീണ്ടും പറയുന്നു. അദ്ദേഹം പോകാൻ എഴുന്നേറ്റിട്ട് എയോട് നല്ല ചായ ആയിരുന്നു എന്ന് പറഞ്ഞ് താങ്ക്സ് പറയുന്നു. അവൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഇത്ര നല്ല തേയില നിന്റെ കമ്പനിയിൽ ഉണ്ടായിരുന്നിട്ട് എനിക്ക് കുറച്ച് കൊടുത്തു വിട്ടില്ലല്ലോ, നീ ഇപ്പോൾ കമ്പനിയിലേക്ക് കൊടുത്തയക്കേണ്ട, വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. അച്ഛൻ്റെ പ്രതികരണം കണ്ട് സീഷൻ അമ്പരം നിൽക്കുകയാണ്. എപ്പോഴും ചിരിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അന്ന് അങ്ങനെ ഡീലുണ്ടാക്കിയത് നിന്നോട് വ്യക്തിപരമായ ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ മകൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ള പെൺകുട്ടിയാണ് അവൻ്റെ ഒപ്പം ഉണ്ടാകേണ്ടതെന്നും അന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു, അതുകൊണ്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങയുടെ നല്ല ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മകനെ ചൂഷണം ചെയ്യുമെന്നുള്ള പേടി കാരണമാണെന്ന് താങ്കൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ താങ്കൾ വിചാരിക്കുന്ന പോലെ സീഷൻ അത്ര വീക്കല്ല, അവൻ നല്ല സ്ട്രോങ് ആണെന്ന് ഏ പറയുന്നു. നീ അതൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ തമ്മിൽ ഡേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് സീഷനോട് പറയുന്നില്ല. അച്ഛൻ പറഞ്ഞത് എന്താണെന്നുള്ള പ്രധാനമല്ല, നീ പറഞ്ഞതാണ് പ്രധാനം. നീ അപ്പോഴത്തെ ചോരത്തിളപ്പിൽ പറഞ്ഞതല്ലല്ലോ അല്ലേ എന്നവൾ ചോദിക്കുന്നു. അങ്ങനെ ആയിരിക്കുമോ എന്ന് അവൻ്റെ കുസൃതിച്ചിരിയോടെ പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യുന്നു. സാധാരണ പെമ്പിള്ളേർ ഷോക്കായി നിൽക്കുന്ന പോലെ ഇവിടെ നിന്നത് സീഷനാണ്. എൻ്റെ ലോകത്ത് നീ എപ്പോഴും ഉണ്ടാകണം, എങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി പോകുന്നു. സീഷൻ ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. ഷാവോദിയും നാൻസിങ്ങും കൂടി അമ്മയെ കണ്ട് വിവരം അറിയിക്കുന്നു. അമ്മ പക്ഷെ മസിൽ പിടിച്ചിരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ മനുഷ്യൻ തന്നെയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെവിക്കുന്നുള്ളിൽ നോക്കുന്നുണ്ട്. അവൻ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമാകുന്നു. അവൻ നമ്മളെപ്പോലെ തന്നെയാണെന്ന് നാൻസിങ് പറയുന്നുണ്ട്. അവൻ്റെ മാർഷൽ ആർട്സ് സ്കില്ലെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും തിരികെ പോകേണ്ടി വരില്ല എന്നുമൊക്കെ അവർ അമ്മയെ അറിയിക്കുന്നു. എങ്കിൽ ഇനി ഒരിക്കലും അവളെ വിട്ട് പോകില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ അമ്മ പറയുന്നു. അവൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ കാര്യത്തിൽ എതിർത്തത്? നിങ്ങളുടെ രണ്ടുപേരുമല്ലേ എൻ്റെ മുന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചത്. നിങ്ങളുടെ കാര്യം എന്താകുമെന്നോർത്തുള്ള ആശങ്കയായിരുന്നു എനിക്ക്. നിനക്കെന്നെ മനസ്സിലാക്കുമായിരിക്കുമല്ലോ എന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. ആൻറ്റിയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞ് ഓക്കെ ആയപ്പോഴും ഒരു കാര്യം ഓർത്ത് അമ്മ അപ്പോഴും വിഷമിക്കുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ പേരെങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നമ്മ ചോദിക്കുന്നു. അതിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, ഞങ്ങൾ ഓൾറെഡി ഒരു ഹൗസ് ഹോൾഡ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ഐഡിയ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചതോടെ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് അമ്മ ചോദിക്കുന്നു. അടുത്ത സ്റ്റെപ്പോ അതെന്താണെന്ന് അവർ ആകാംക്ഷയോട് ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമ ഇനി ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. മിസ് ക്യൂപ്പിഡിൻ ലവ് നമ്മുടെ ചാനലിലെ അധികം കൂട്ടുകാരൊന്നും കാണുന്നില്ല, എന്നാലും അത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടി മറ്റൊരു ഡ്രാമ കൂടി തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും നല്ല ഡ്രാമ കൂടി നിങ്ങൾ സജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.